39 വയസ്സുള്ള ഒരാൾ ജോർദാൻ ഗോൾ കീപ്പറിനെ നിശ്ചലമാക്കിയ ഒരു ന്യൂസാണ് നമ്മൾക്ക് ഡാലസിൽ നിന്ന് കേൾക്കുന്നത്. ജോർദാനെതിരെ 1-3 ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് റൗണ്ട് ഓഫ് 32ലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ 30 മിനിറ്റിന് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു ലെജൻഡ് ഇറങ്ങി വെറും 12 മിനിറ്റ് കൊണ്ട് ഒരു ഫ്രീ കിക്ക് ഗോൾ അടിച്ചുകൊണ്ട് മാൻ ഓഫ് ദി മാച്ചായി. അങ്ങനത്തെ ഒരു മാച്ച് ഈ ഒരു അടുത്ത് നിന്ന് ഇത്രയും ഗൂസ് ബംബ് വന്നിട്ടുള്ള ഒരു മൊമെന്റ് ഇത്രയും ഒരു ലെജൻഡിന്റെ കയ്യിൽ നിന്ന് ഈ അടുത്ത ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കേട്ടോ പറയാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ പരിപാടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് പറയുക. നമുക്ക് ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഈ കളിയുടെ ഇമ്പോർട്ടൻറ്റ് കീ എലമെൻസും അതോടുകൂടി 4 ടേക്ക് അവേസും അതേപോലെ അർജന്റീനയുടെ ഫ്യൂച്ചറിനെ കുറിച്ചുമാണ് കേട്ടോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു മത്സരത്തിൽ 9 ചേഞ്ചസ് ആയിട്ടാണ് സ്കലോനി ഇറങ്ങിയത്. നമുക്കറിയാം അർജന്റീന ഈ വേൾഡ് കപ്പിലെ ഒരു മോസ്റ്റ് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. അവരെ വളരെ തന്ത്രപരമായിട്ട് ചേഞ്ചസിൽ ഇറക്കിയിട്ട് സ്കലോനി ടീമിനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഒരു ഫ്രീ കിക്കാണ്. ശരിക്ക് മെസ്സിയൊക്കെ ആളുടെ പ്രൈമിൽ ബാഴ്സലോണയിൽ അടിച്ചിരുന്ന പോലത്തെ ഒരു ഫ്രീ കിക്ക് നമ്മുടെ സെൽസോ എന്ന് പറയുന്ന പ്ലെയർ അടിച്ചപ്പോൾ അയാൾ ഡഗ് ഔട്ടിലിരുന്ന് ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അയാളും മെസ്സിയും ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഇതായിരിക്കും, ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. കിടിലനൊരു ഗോള്. പക്ഷേ ഈ ഗോളിൽ നിന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോർദാൻ്റെ കീപ്പർ വോള് ആളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് സെറ്റ് ചെയ്യുന്നു. ഫ്രീ കിക്ക് അടിക്കുമ്പോൾ കീപ്പർ നോർമലി റൈറ്റ് ഫ്ലാങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ അതായത് വോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്ഥാനം ഉറപ്പിക്കാറ്. എന്നാൽ ഈ കീപ്പർ നേരെ വോളിൻ്റെ ബാക്കിലേക്ക് ഡൈവ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഫ്രീ കിക്ക് കിടിലം ഫ്രീ കിക്ക് തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷേ എനിക്കത് കീപ്പറിൻ്റെ അവിടുത്തെ ആളുടെ ഒരു പ്ലേസിങ്, ആളുടെ ഒരു പൊസിഷനിങ് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് കിട്ടുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖത്തിന് ആ അൽവാരസിൻ്റെ അടി തിരിച്ചു വന്നപ്പോൾ ആ പെനാൽറ്റി കൺസീഡായ ചിറുക്കിയുള്ള ആ ബൂട്ടിൻ്റെ അടി അത് കറക്റ്റായിട്ട് ലൗട്ടാറോ മാർട്ടിനസിന് ഒരു ചാൻസ് കിട്ടുന്നു. ലൗട്ടാറോ അത് കൺവേർട്ട് ചെയ്യുന്നു. 2-0 അർജന്റീന 2-0 ജോർദാനായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. ഒട്ടമെൻ്റെയാണ് ഇവരുടെ ക്യാപ്റ്റൻ എന്ന് ആലോചിക്കണം. മെസ്സി ഇറങ്ങിയിട്ടില്ല, എന്നിട്ട് പോലും അർജന്റീന കിടിലം പെർഫോമൻസ് ആണ് ജോർദാനെതിരെ കാണിച്ചത്. 55-ാമത്തെ മിനിറ്റിൽ ജോർദാൻ തിരിച്ചടിച്ചു. എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ ഈ വേൾഡ് കപ്പിൽ ജോർദാന് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ഗോൾ കൊണ്ട് മാത്രമായിരിക്കും. അർജന്റീനക്കെതിരെ അടിച്ച ആ ഗോള് ജോർദാൻ ഒരു നിമിഷമെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവട്ടെ, ഓക്കെ നമുക്കിനി തിരിച്ചു വരാൻ പറ്റുമെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 60-ാമത്തെ മിനിറ്റിൽ ഡലാസിലെ 80,000 ആൾക്കാരെ ടിക്കറ്റ് എടുത്തവരുടെ കാശ് മുതലാവാൻ ഒരാളെ തന്നെ സ്കലോണി ഇറക്കി വിട്ടു 60-ാമത്തെ മിനിറ്റിൽ. അയാൾ ഇറങ്ങിയതും ആൾക്ക് ബോക്സിന്റെ തൊട്ട് വെളിയിൽ കിട്ടിയ ആ ഫ്രീ കിക്കും കിഡിലനായിട്ട് കീപ്പർ അനങ്ങ പോലും ചെയ്യാതെ ഉള്ളിക്ക് കയറ്റിയപ്പോൾ അർജന്റീന ഫാൻസ് സത്യം പറയുകയാണെങ്കിൽ റിയലി വി ആർ ജലസ് അബൌട്ട് യു. നിങ്ങളെന്നെ ഒരുപാട് പഴി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങളെന്നെ ഒരുപാട് ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയ ആകെയുള്ള കപ്പ് ചിലപ്പോൾ ചായ കുടിക്കുന്ന അപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ 4 വർഷമായിട്ട് കടന്നു പോകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഏതൊരു ഫുട്ബോൾ ഫാനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അസൂയപ്പെടുന്ന വിധമുള്ളതാണ്. സോ കൺഗ്രാറ്റ്സ് അർജന്റീന, നിങ്ങൾ ഗ്രേറ്റ് ഗോയിങ് ആണ്, ഒന്നും പറയാനില്ല. ഈ ഒരു കളി വെച്ച് കളിച്ചാൽ എൻ്റെ ടേക്കിൽ എന്തായാലും അർജന്റീന പെലയുടെ റെക്കോർഡിൻ്റെ ഒപ്പം എത്തും. സെക്കൻഡ് ടൈമും ബ്രസീൽ 1962 ശേഷം ബ്രസീൽ അപ്പോൾ കപ്പെടുത്ത പോലെ അർജന്റീനയും ഈ വർഷം കപ്പെടുക്കും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ 4 ടേക്ക് അവേസ് നമുക്ക് എന്താണെന്ന് നോക്കട്ടെ. ഇതിൽ ഫസ്റ്റത്തെ ടേക്ക് എന്ന് പറയുന്നത് മെസ്സി ഇല്ലാണ്ട് അർജന്റീനയ്ക്ക് ജയിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതൊരു മുൻകരുതലാണ്. ഇനി വരുന്ന വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു മത്സരത്തിന് ഇമ്പോർട്ടൻ്റ് മത്സരങ്ങളിൽ മാത്രം മെസ്സിനെ ഇതേപോലെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ആളുടെ കാലുകൾക്ക് വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാൻ അർജന്റീനൻ ടീം സജ്ജമാണെന്ന് തെളിയിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത്. കാരണം അർജന്റീന മെസ്സി ഇല്ലാതെയും അത്രമേൽ ശക്തരാണ് എന്നുള്ളതാണ്. അതേപോലെ സ്കലോണിയുടെ ഈ റൊട്ടേഷൻ സ്കീം, അർജന്റീന ഈ മത്സരം കഴിഞ്ഞ് നോക്കൗട്ട് കളിക്കാൻ 4 ദിവസം കൂടി ബ്രേക്ക് ഉള്ളൂ. എന്നാൽ ആ ബ്രേക്കിന് കറക്റ്റായിട്ട് മെയിൻ ടീമിൽ നിന്ന് 9 പേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു റൊട്ടേഷൻ ആളുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആൾ ഈ ഒരു കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീമിനെ അയാൾ ബിൽഡ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും.
മൂന്നാമത്തത് മെസ്സി അടിച്ച ഗോള്. 7 കോൺസിക്യൂട്ടീവ് മത്സരങ്ങളിൽ, വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോൾ അടിക്കുകയാണ്. ഇയാൾ മനുഷ്യനല്ലേ? കാരണം ഈ അടുത്തൊന്നും ഈ ഒരു റെക്കോർഡ് ഇനി വെട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം 7 വേൾഡ് കപ്പ് മാച്ചസിലും ഒരേ ഫോമിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ മേ ബി ഇനി വരുന്ന വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ ഈ ഉള്ള വേൾഡ് കപ്പിലൊക്കെ ഒരുപാട് മത്സരങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് സംഭവിക്കാം. ഇത് സംഭവിക്കാൻ നമുക്ക് വിശ്വസിപ്പിക്കുന്നത് മെസ്സിയാണ് നമ്മൾ തന്നെ. ഹീ ഈസ് ലൈക്ക് ഇൻ ആൻ അമേസിങ് ഫോം ആൻഡ് പ്യുവർ മാഡ്നസ്. ആ കാലുകൾ 30 മിനിറ്റ് ഇറങ്ങിയാലോ അല്ലെങ്കിൽ 10 മിനിറ്റ് ഇറങ്ങിയാലോ 15 മിനിറ്റ് ഇറങ്ങിയാലോ ആളുടെ മാജിക്ക് ഒരിക്കലും അയാളെ വിട്ടു പോവില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മൂന്നാമത്തെ ടേക്ക് അവേ. നാലാമത്തെ ടേക്ക് അവേ എനിക്ക് ജോർദാൻ കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജോർദാൻ എല്ലാ കളിയും തോറ്റു. കുഴപ്പമില്ലാത്ത രീതിയിൽ, നാണം കെടാത്ത രീതിയിൽ ജോർദാൻ തോറ്റെങ്കിലും വൺ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ടീമിനെയാണ് ജോർദാൻ ഉണ്ടാക്കിയേക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ 55-ാമത്തെ മിനിറ്റിൽ ഒരു ഗോള് തിരിച്ചടിക്കുകയും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് അർജന്റീനക്കെതിരെ അടിച്ച ആ ഗോളാണ്. സോ ഈ 4 ടേക്ക് അവേസ് ആണ് ഈ മത്സരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി പറയേണ്ടത് മാൻ ഓഫ് ദി മാച്ചിനെ കുറിച്ചാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഈ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഒരു വോൾക്കാനോ പൊട്ടിത്തെറിച്ച പോലെ ആയിരുന്നു മെസ്സി ഗോൾ അടിച്ചപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനം നമുക്ക് കാണാൻ പറ്റും. മെസ്സി ഇറങ്ങുമ്പോൾ തന്നെ അത് പ്രകടമായിരുന്നു. മെസ്സി പെലെയുടെ റെക്കോർഡ് വെട്ടിക്കാൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1962 ബ്രസീലാണ് ഇതേപോലെ അടുപ്പിച്ച് 2 തവണ വേൾഡ് കപ്പ് എടുത്തേക്കുന്നത്. അന്ന് ക്യാപ്റ്റനായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ റെഫർ ചെയ്ത് ശരിയാണെങ്കിൽ പെലെയാണ്. ആ ഒരു റെക്കോർഡിനൊപ്പം എത്താനുള്ള ഒരു പോക്കാണ് മെസ്സി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അടുത്തത് ഇവരുടെ നോക്കൗട്ട് സ്റ്റേജ്. റൗണ്ട് ഓഫ് 32 ഇവർ കളിക്കാൻ പോകുന്നത് കാബ് വെർദേനായിട്ടാണ്. എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ടീമേ അല്ല. ഒരു ഫോർവേഡ് മാത്രം മിസ്സിംഗ് ഉള്ള ഒരു സ്പാനിഷ് ടീമിനെ അവരുടെ 27 ഷോട്ടുകൾ തടുത്ത വൊസീഞ്ഞ എന്നുള്ള ഒരു കീപ്പറിനെതിരെയാണ് മെസ്സിയുടെ അർജന്റീന കളിക്കാൻ പോകുന്നത്. ശരിക്കും എല്ലാവരും മിസ് ചെയ്യാതെ കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അർജന്റീനയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. കാരണം അവരുടെ സ്ക്വാഡ് അത്രയും ഡെപ്ത് ഉള്ള ഒരു സ്ക്വാഡാണ് ബിൽഡ് ചെയ്താക്കുന്നത്. കാബ് വെർദയ്ക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യ്. അപ്പോൾ നമ്മുടെ വീഡിയോയും പരിപാടികളും കാര്യങ്ങളെല്ലാം ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.